എല്ലാവരും പറയുന്നത് ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്ന, പക്ഷേ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ 13 വർഷത്തെ സ്കൂളിംഗ് നിങ്ങൾ ചെയ്തിരിക്കണം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ +2 വരെ അല്ലെങ്കിൽ 12 വർഷത്തെ സ്കൂളിംഗ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കൺട്രി, ജർമ്മനിയുടെ നെയ്ബറിംഗ് കൺട്രി തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ +2 കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. ഈ കൺട്രിയിൽ നിങ്ങൾ 1 വർഷം ജോലി ചെയ്താൽ, അതായത് 12 മാസം ജോലി ചെയ്താൽ 14 മാസത്തെ ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഈവൻ ഫോർ പാർട്ട് ടൈം. ജർമ്മനി പോലെ ഇവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടോ APS ടെസ്റ്റ് എക്സാമോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ബാംഗ്ലൂരോ നോർത്തിലോ ഒക്കെ പഠിക്കുന്നതിന് പകുതി പൈസ മതി നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട്. ഇനി ഒരു 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ ഫുൾ കോഴ്സ് കഴിയും. തന്നെയല്ല, ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് 29 കൺട്രീസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. ഏത് കൺട്രി ആണെന്നല്ലേ? യെസ്, ഇറ്റ്സ് ഓസ്ട്രിയ. ഓസ്ട്രിയ ഒരു ഹിഡൻ ജെമ്മാന്ന് പണ്ട് നമ്മൾ പറയായിരുന്നു, പക്ഷേ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹിഡൻ റൈറ്റ് നൗ, ബിക്കോസ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ബെനിഫിറ്റ്സ് എല്ലാം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ബിഗ് തിങ് ആകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓസ്ട്രിയ തന്നെയാണ്. പക്ഷേ ജർമ്മനി പോലെ ഓസ്ട്രിയ വലിയൊരു രാജ്യമല്ല, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു അപ്ലൈ. എങ്ങനെ അഡ്മിഷൻ എടുക്കണം, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ റീൽ എനിക്ക് തന്നെ അയച്ചു തരിക. ഐ വിൽ സെൻഡ് യു ഓൾ ദ ഡീറ്റെയിൽസ്. ആൻഡ് ഫോർ മോർ സച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഫോളോ മീ അറ്റ് ദീപക് സ്പീക്സ്, ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.